ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസത്തെ ഈദ് വ്ളോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ. നേരത്തും കാലത്തൊന്നും അല്ല അപ്ലോഡ് ചെയ്യുന്നത്, എന്നാലും നിങ്ങൾ കണ്ടോക്കി. അപ്പോൾ പെരുന്നാൾ ദിവസം നമ്മൾ ഉച്ചക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടൻ ബിരിയാണി ഉണ്ട്, ബീഫ് റോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറുപയർ പരിപ്പിൻ്റെ പായസം കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പായസങ്ങളിൽ ഏതാണ് ഇഷ്ടമെന്ന് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ പറയും ചെറുപയർ പരിപ്പിൻ്റെ പായസം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എത്ര കുടിച്ചാലും മതിയാവില്ല കേട്ടോ. പിന്നെ ബിരിയാണിൻ്റെ കൂടെയുള്ള സലാഡ്, അച്ചാർ, പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളും റെഡിയാക്കിയിരിക്കണം. അപ്പോൾ എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. മോന് പള്ളിയിൽ പോയി വന്നപ്പോഴേ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കണം കേട്ടോ. അവൻ എപ്പോഴും അങ്ങനെയാണ്, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരം നടക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സ്വര്യക്കെടാണ്. പിന്നെ അതിങ്ങനെ മാറ്റട്ടെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ മാറ്റിയിരിക്കണം. കുട്ടീസൊക്കെ നിലത്തിരുന്നിട്ട് ഒന്നിച്ച് കഴിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവരെ നിലത്തിരുത്തിയതാണ് കേട്ടോ. ഇവിടെ എപ്പോഴും പെരുന്നാളിന് വാഴൻ്റെ ഇലയിലാണ് കേട്ടോ ഫുഡ് കഴിക്കുക. ബിരിയാണിയോ സാധാ ചോറോ എന്തായാലും വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിൽ കഴിക്കുക. അപ്പോൾ നമുക്ക് പാത്രം കഴുകൽ പരിപാടി അതൊരു എളുപ്പമായി തീരുകയും ചെയ്യും, പിന്നെ ഒരു വൈബാണല്ലോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ഫോട്ടോ എടുക്കൽ അങ്ങോട്ട് ഉഷാറായില്ല, എന്തോ ഒരു സെറ്റ് ആവാത്ത പോലെ. അപ്പോൾ കുറച്ചും കൂടി ഫോട്ടോസ് എടുത്ത് മോന് എണീറ്റ് വന്നതേ ഒരു സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ പെടാപാട് വിട്ട് അവൻ്റെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ അൽഹംദുലില്ലാ പെരുന്നാളൊക്കെ റാഹത്തായി കഴിഞ്ഞു പോയി. പെരുന്നാളിൻ്റെ അന്ന് രാത്രിയിൽ ഇളച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇതാ പൊട്ടിപ്പൊളിക്കൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടി തുറന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള സംഭവമായിരുന്നു ഈ ഒരു മിഠായി ഇട്ടാൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കുനാഫ ചോക്ലേറ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഒരെണ്ണം വേഗം തന്നെ എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമുള്ള ആളല്ല, പക്ഷേങ്കിൽ ഇതെന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും അറിയാൻ നല്ല കൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇളച്ചൻ്റെ കയ്യിൽ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അവർ അതൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. പെട്ടി തുറക്കൽ കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ഒരു ബഹളമായിരിക്കുമല്ലോ അല്ലേ വീട്ടിൽ. അതൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കുട്ടികളെ സോപ്പിടാൻ തട്ടിക്കൂട്ട് ബർഗറൊക്കെ ഉണ്ടാക്കിക്കണം. പിന്നെ തലേ ദിവസത്തെ ബിരിയാണി ചൂടാക്കിക്കണം. ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് ചക്ക എപ്പോഴും പ്രിയപ്പെട്ടതാവില്ല, അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.